എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുകില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുമെപ്പോഴും. സുഭാഷിതം. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. വാട്ട് ഹാസ് ബീൻ വിൽ ബി അഗെയിൻ, വാട്ട് ഹാസ് ബീൻ ഡൺ വിൽ ബി ഡൺ അഗെയിൻ. there is nothing new under the sun. സഭാപ്രസംഗിയുടെ പുസ്തകം ശലോമോൻ രാജാവിന്റെ വചനങ്ങളാണെന്ന് 1-ാം വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായയത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിച്ചിരിക്കുന്നത്. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് മനസ്സുവെച്ച വ്യക്തിയാണ് സഭാപ്രസംഗി. യെരുശലേമിൽ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം താൻ സമ്പാദിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ജ്ഞാനം വെളിപ്പെടുത്തിയിരിക്കുന്ന 3 പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ശലോമോൻ തന്റെ യൗവനകാലത്ത് ഉത്തമഗീതവും മധ്യകാലത്ത് സദൃശവാക്യങ്ങളും അന്ത്യഘട്ടത്തിൽ സഭാപ്രസംഗി എഴുതിയതായി വിശ്വസിക്കപ്പെടുന്നു. നാം വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞത് വീണ്ടും ഉണ്ടാകും, ചെയ്തത് വീണ്ടും ചെയ്യും, സൂര്യന് കീഴിൽ പുതിയതായി ഒന്നുമില്ല. ഈ വർഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വീണ്ടും അടുത്ത വർഷവും ചെയ്യുന്നത്. രാവും പകലും വേനലും ശൈത്യവും വിതയും വിളവെടുപ്പും എല്ലാം സൃഷ്ടിയുടെ ആരംഭം മുതൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൂര്യൻ നിശ്ചിത സമയത്ത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. കാറ്റ് പണ്ടത്തെ പോലെ ചുറ്റിക്കറങ്ങുന്നു. നദികൾ ഒഴുകുന്നു, കടലിൽ പതിയുന്നു. ഭൂമിയിലെ മനുഷ്യരുടെ നിരന്തരമായ പിന്തുടർച്ച, ജനനവും മരണവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളോ എന്ത് തന്നെയായാലും അത് പണ്ടേ ഉണ്ടായിരുന്നവയിൽ നിന്ന് ഉളവാക്കുന്നു. നന്മയും തിന്മയും നീതിയും അനീതിയും അശുദ്ധരും വിശുദ്ധരും എന്നും എന്നും ഉണ്ടായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വീണ്ടും ജ്ഞാനി പറഞ്ഞിരിക്കുന്നത്, ഇത് പുതിയതേ എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു എന്ന് ശലോമോൻ പറയുന്നു. എന്നാൽ ശലോമോനേക്കാൾ വലിയവൻ ഒരുവനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ജനിച്ചപ്പോൾ പഴയതിൽ ജനിച്ചു, പഴയ പാപത്തിൽ. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ക്രിസ്തുവിൽ നാം ആകുമ്പോൾ പുതിയ സൃഷ്ടിയാകുന്നു. പിന്നീട് നാം ജീവന്റെ പുതുക്കത്തിലാണ് നടക്കുന്നത്. പൗലോസ് പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്ത യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം പുതുമയുള്ളതായി തീരും. പുതിയ സന്തോഷവും അനുഭവവും ഉണ്ടാകും. ഒരു പുതിയ സൃഷ്ടിയാകുവാൻ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പുതുക്കപ്പെട്ട അനുഭവത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പുതിയ ജീവിതം നയിക്കുവാനുള്ള കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചെയ്ടും ഞാൻ. മാറാത്ത